എന്റെ മുഴുവൻ ശ്രോതാക്കളും ഈ ഹദീസ് പഠിച്ചു വെക്കണം. നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ സുജൂദിൽ അധികരിപ്പിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ സുജൂദിൽ പറയാറുണ്ട്, ഇതാ പറഞ്ഞിരുന്നത്, അല്ലാഹുമ്മ ഗ്ഫിർലീ ദംബീ കുല്ലഹു, അല്ലാഹുവേ എന്റെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരേണമേ. അല്ലാഹുവിന്റെ റസൂല് പാപം ചെയ്തിട്ടില്ല, റസൂല് പാപം ചെയ്യുന്ന ആളുമല്ല. ഈ ഉമ്മത്തിന്റെ മാതൃകയായി കൊണ്ട് റസൂലതാ നമ്മളോട് പറയുന്നു, നിങ്ങൾ സുജൂദിൽ അങ്ങനെ ചെയ്തോളൂ. റസൂലത് ചെയ്ത് കാണിച്ചു തരികയാണ്. മുസ്ലിമീങ്ങൾക്ക് മാതൃകയായിട്ടല്ലയോ റസൂലുള്ള വന്നത്. ആ റസൂല് സുജൂദിൽ ചോദിക്കുന്നു റബ്ബിനോട്, അല്ലാഹുമ്മ ഗ്ഫിർലീ, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണം, ദൻബീ കുല്ലഹു, എന്റെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ. ദിഖ്ഖഹു വജില്ലഹു, ദിഖ്ഖഹു വജില്ലഹു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ സഗീറായ പാപങ്ങളും, വജുല്ലഹു എന്നും റിപ്പോർട്ടിൽ കാണാം, ജില്ലഹു എന്നും റിപ്പോർട്ടിൽ കാണാം. രണ്ട് പറഞ്ഞാലും ആശയം ശരിയാണ്. എന്താണ് അതിന്റെ ഉദ്ദേശമെന്നോ? ചെറുതും വലുതുമായ പാപങ്ങൾ. ദിഖ്ഖഹു ഏറ്റവും ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ ചെറിയത്, സൂക്ഷ്മമായത്. വജില്ലഹു അല്ലെങ്കിൽ വജുല്ലഹു, ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ വലിയത്, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൊറുക്കണേ. അവ്വലഹു വആഖിറഹു, എന്റെ പാപങ്ങളിൽ ഞാൻ ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും പൊറുക്കണം. വഅലാനിയതഹു വസിറഹു, എന്റെ പാപങ്ങളിൽ ഞാൻ പരസ്യമായി ചെയ്തതുമുണ്ട്, രഹസ്യമായി ചെയ്തതുമുണ്ട്. ഇങ്ങനെ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും, ചെറിയ പാപങ്ങളും വൻദോഷങ്ങളും അടങ്ങുന്ന എന്റെ പാപങ്ങളുടായിട്ട് ഏതൊക്കെയുണ്ടോ അതൊക്കെ അറിയുന്നവൻ നീയല്ലയോ, അതെല്ലാം നീ എനിക്ക് പുറത്തു തരേണമേ റബ്ബേ എന്ന് വളരെ ചുരുക്കിയ വാക്കുകളിലൂടെ വിപുലമായ എന്ത് തന്നെ തെറ്റുകളുടേതായ ശേഖരങ്ങൾ ഒരാൾക്കുണ്ടെങ്കിലും, വിപുലമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും, അതാ വിനയത്തോടുകൂടി റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കടന്നുകൊണ്ട് മനുഷ്യൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചോദിക്കണം, പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ ഗ്ഫിർലീ ദംബീ കുല്ലഹു, ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. അലാനിയത്തും സിറും എന്ന് പറഞ്ഞാൽ രഹസ്യവും പരസ്യവും എന്നാണ്. അത്തഹിയ്യാത്ത് ചൊല്ലുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർലീ മാ ഖദ്ദംതു വമാ അഖർതു, പിന്നെ പറയുന്ന അസ്റർതു വമാ അഅ്ലൻതു എന്നൊക്കെ പറയുന്നില്ലേ, അസ്റർതു അഅ്ലൻതു എന്നൊക്കെ പറയുന്ന ആശയമാണ് ഇവിടെയും. ഞാൻ സ്വകാര്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഒക്കെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണം. കണ്ടോ, സുജൂദിന്റെ അവസരത്തിൽ അല്ലാഹുവോട് ഏറ്റവും അടുക്കുന്ന നേരം, ഇനി അല്ലാഹുവോട് അടുക്കുന്ന നേരം വേറല്ല, അഖ്റബാണ്. അടിമേറ്റവും അല്ലാഹുവോട് അടുക്കുന്ന അവസരമാണ്. ആ അവസരത്തിൽ അതങ്ങനെ ധാരാളമായി പറഞ്ഞോളൂ. ഫർളിൽ ഒഴിവ് കിട്ടുമ്പോ അങ്ങനെ പറഞ്ഞോളൂ. സുന്നത്ത് നിസ്കരിക്കുമ്പോ നമ്മളൊരു ഇമാമിന്റെ പിന്നിൽ വല്ലാത്ത ഘട്ടത്തിൽ നമ്മുടെ തന്നെ നിയന്ത്രണത്തിലാണല്ലോ നമ്മുടെ നിസ്കാരം. അധികരിപ്പിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര നേരവും സുജൂദിൽ കിടക്കാം, കരഞ്ഞുകൊണ്ട് പറഞ്ഞോളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്പ്രദായം അതാ. ആയിഷ റളിയല്ലാഹു